ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും കേട്ടിട്ട് ഇനി അപ്ലൈ ചെയ്തോ? ഇനി അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവർ ഈ വീഡിയോയിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഗൂഗിളിൽ കേട്ടിട്ട് ആപ്ലിക്കേഷൻ 2024 എന്നടിക്കുക. അപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ചെയ്ത് വരിക. അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് എക്സാം ടൈം ടേബിളും സിലബസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ കാറ്റഗറിക്കാർ അവരുടെ എക്സാം ഡേറ്റും ടൈമും ഒക്കെ അവിടെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും സിലബസ്. കാറ്റഗറി 1, 2, 3, 4 4 കാറ്റഗറീൻ്റെയും സിലബസും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ? റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ന്യൂ രജിസ്ട്രേഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലോട്ടേക്ക് പോകും. അപ്പോൾ അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഐ ഹാവ് റീഡ് ദ നോട്ടിഫിക്കേഷൻ തറലി, ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഫോർ ആപ്ലിക്കേഷൻ, സോഫ്റ്റ് കോപ്പി ഓഫ് ഫോട്ടോഗ്രാഫ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. അതായത് ഫോട്ടോൻ്റെ ഫോർമാറ്റാണ് പറഞ്ഞിട്ടുള്ളത്. 150-200 പിക്സലാണ്. സൈസ് 20 KB 30 KBൻ്റെ ഇടയിലായിരിക്കണം. പിന്നെ തൊട്ട് മുകളിലായിട്ട് കണ്ടോ റീഡ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോട്ടോ 20 KBൻ്റെയും 30 KBൻ്റെയും ഇടയിലായിരിക്കണം കൊടുക്കേണ്ടത്. അത് 3 ടിക്ക് മാർക്ക് കൊടുത്താൽ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. അവിടെ വേദ എംപ്ലോയിഡ് ആസ് എ ടീച്ചർ, അതായത് നിങ്ങൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കാം. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം യെസ് കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുക്കുക. അടുത്തതായിട്ട് ഇവിടെ ഏതൊക്കെ കാറ്റഗറിയാണ് നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുമിച്ച് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. കാറ്റഗറി 1, 2 രണ്ടും എഴുതുന്നുണ്ടെങ്കിൽ 2 ടിക്ക് മാർക്ക് കൊടുക്കണം. കാറ്റഗറി 1നും ടിക്ക് കൊടുക്കണം, 2നും ടിക്ക് കൊടുക്കണം. നിങ്ങൾ കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം എക്സാം എഴുതുന്നവരാണെങ്കിൽ 2ഉം ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാറ്റഗറി 1ൻ്റെ ഫോം ഫില്ല് ചെയ്യാൻ ചോദിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ കാറ്റഗറി 2ൻ്റെ ഫോമും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് തന്നെ നമ്മൾ കൊടുക്കണം. ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അടുത്തത് കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഓപ്ഷനില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് ടിക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ കാറ്റഗറി 1 മാത്രമേ ഉള്ളൂണെങ്കിൽ അവിടെ കാറ്റഗറി 1ൻ്റെ ഫോം മാത്രം ഫില്ല് ചെയ്യേണ്ടുള്ളൂ. അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ താഴെ കാറ്റഗറി 1ൻ്റെ ഫോം മാത്രം വരുള്ളൂ. കാറ്റഗറി 1 LP സെക്ഷന്, കാറ്റഗറി 2 UP സെക്ഷന്, കാറ്റഗറി 3 HS, കാറ്റഗറി 4 ലാംഗ്വേജ് ടീച്ചേഴ്സാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് 4ഉം ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും ഫോം സെപ്പറേറ്റ് ഇവിടെ വരുന്നത് കാണാം. കാറ്റഗറി 1, 2, 3, 4 അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് തന്നെ നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഫോം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലാംഗ്വേജ് ഫസ്റ്റ് ഏതാണ് അതിവിടെ കൊടുക്കുക. മലയാളം ആണെങ്കിൽ മലയാളം കൊടുക്കുക. അടുത്തത് ലാംഗ്വേജ് സെക്കൻഡ് ഇംഗ്ലീഷാണോ അറബിക്കാണോ? ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കുക. അടുത്തത് മിനിമം ക്വാളിഫിക്കേഷൻ കൊടുക്കുക. നിങ്ങളിപ്പോൾ ഡൂയിങ് BEd അല്ലെങ്കിൽ DLEd ആണെങ്കിൽ അത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ തേർഡ് സെം അല്ലെങ്കിൽ 4th സെം ആണെങ്കിലാണ് ഡൂയിങ് BEd അല്ലെങ്കിൽ DLEdൽ വരിക. ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇവിടെ താഴെ TTC, അതായത് ബിഫോർ 2012 മുമ്പുള്ള ആൾക്കാർക്ക് പ്രത്യേകം അവർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് ഓപ്ഷന് അതത് തിരഞ്ഞെടുത്തിട്ട് വേണം നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഡൂയിങ് BEd കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതാണോ അത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും ക്വാളിഫിക്കേഷൻസ്, രജിസ്റ്റർ നമ്പർ, യൂണിവേഴ്സിറ്റി, സ്റ്റഡീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇയർ ഓഫ് പാസിങ്, പെർസെൻറ്റേജ്. ഞാൻ ഡൂയിങ് BEd കൊടുത്തത് കൊണ്ട് +2ൻ്റെതും ഡൂയിങ് ഫൈനൽ BEd ഓർ TEd ആണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ അവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, യൂണിവേഴ്സിറ്റി ഏതാ അത് കറക്റ്റ് കൊടുക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാ, ഇയർ ഓഫ് പാസിംഗ് ഏതാണെന്ന് കൊടുക്കുക. ഡൂയിങ് ആയതുകൊണ്ട് രജിസ്റ്റർ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇയർ ഓഫ് പാസിങ്ങും ഡൂയിങ് ഫൈനൽ ഇയറിൻ്റെത് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സെയിം പ്രൊസീജിയേഴ്സാണ് കാറ്റഗറി 2-ന്. ആദ്യം ലാംഗ്വേജ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക, അടുത്തത് ലാംഗ്വേജ് സെക്കൻഡ് സെലക്ട് ചെയ്യുക, അടുത്തത് ക്വാളിഫിക്കേഷൻ ഏതാണ്, മിനിമം ക്വാളിഫിക്കേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ക്വാളിഫിക്കേഷൻ, രജിസ്റ്റർ നമ്പർ, യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇയർ ഓഫ് പാസിങ്, പെർസെൻറ്റേജ് അതൊക്കെ സെയിം തന്നെ. ഓരോരുത്തർ ഏതാണോ അത് കറക്റ്റ് നോക്കിയിട്ട് കൊടുക്കുക. അടുത്തത് കാറ്റഗറി 3, അതും സെയിം തന്നെ. അടുത്തത് കാറ്റഗറി 4. ഇനിയാണ് നമ്മളെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് തന്നെ ഇവിടെ ഡിസ്ട്രിക്റ്റ്, നിങ്ങൾ എക്സാം എഴുതുന്ന എക്സാം സെൻറ്റർ ഏത് ഡിസ്ട്രിക്റ്റിലാണോ കൊടുക്കുന്നത് അതന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സെലക്ട് ബട്ടൻ്റെ അടുത്ത് അവിടെ കാണിക്കും ഏത് ഡിസ്ട്രിക്റ്റ് ആണോ അത് സെലക്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾ ഏതാണോ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അടുത്തത് നെയിം ഓഫ് കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേര് SSLC ബുക്കിൽ എന്താണോ പേരുള്ളത് അതന്നെ കൊടുക്കണം. കഫേയിൽ പോയിട്ട് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അടുത്തത് ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം ഓഫ് ഫാദർ, റിലീജിയൻ, കാസ്റ്റ്, കാറ്റഗറി ഒക്കെ കറക്റ്റ് നോക്കിയിട്ട് ചെയ്യാം. പേര് SSLC ബുക്കിലുള്ള തന്നെ കൊടുക്കണം. ഫിസിക്കൽ സ്റ്റേറ്റസ്, നെക്സ്റ്റ് അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, എക്സാമിനേഷൻ ഫീ അത് ഓട്ടോമാറ്റിക് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ വന്നോളും. 2 കാറ്റഗറി കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ 1000 ആണ് വരിക. ഇനി ഒരു കാറ്റഗറി മാത്രമാണെങ്കിൽ 500 രൂപയാണ് കൊടുക്കേണ്ടത്. അടുത്തത് ID പ്രൂഫ് നിങ്ങൾ എക്സാമിന് ഏതാണോ കൊണ്ടുവന്നത് അത് കൊടുക്കുക. വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങൾ ഏതാണോ കൊണ്ടുവന്നത് അത് കൊടുക്കുക. ഏത് ID പ്രൂഫാണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തന്നെ നമ്പർ അതിൻ്റെ തൊട്ട് താഴെ കൊടുക്കണം. നെക്സ്റ്റ് SSLC എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പർ, SSLC ഫസ്റ്റ് അപ്പിയറൻസ് ഇയർ, അവസാനമായിട്ട് ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ഒരു ഫോട്ടോ ചൂസ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഫോട്ടോൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 20 KB-ൻ്റെയും 30 KB-ൻ്റെയും ഇടയിലായിരിക്കണം. 150, 200 പിക്സലായിരിക്കണം ഫോട്ടോ. അവസാനം ഇത് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ അടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പേജ് വരും. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവിടെ ഫീ അടക്കാവുന്നതാണ്. ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ പ്രത്യേകം വേണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഫീസ് പേയ്മെൻറ്റും കൂടെ ചെയ്താൽ, അപ്പോൾ നമ്മൾ കേട്ടറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കേട്ടറ്റ് രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫീ പേയ്മെൻറ്റ് കൂടെ ചെയ്യണം.